ഒരുപാട് വേദനിച്ച വിഷയത്തിൽ കർത്താവിൻ്റെ മറുപടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20:20 ഇങ്ങനെ വായിക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശു തൻ്റെ കൈയും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഈ കരത്തിൽ ആണി അടിക്കുമ്പോൾ ഒത്തിരി പെയിനായിരുന്നു കർത്താവിന്. ഒരുപാട് വേദന സഹിച്ചു. ഒരുപാട് വേദന സഹിച്ച ആ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കരത്തെ കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്ന്, യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിൽ അടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്ന് ആദ്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിന്നെ തൻ്റെ കൈയും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിക്കുകയാണ്. പ്രിയരെ, ഒരുപാട് വേദന സഹിച്ച ആ കരം, അസഹനീയമായ വേദനകൾ മണിക്കൂറുകൾ സഹിച്ച ആ കരം കർത്താവ് ശിഷ്യന്മാരെ കാണിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ഒരുപാട് വേദന സഹിച്ച ആ വിഷയത്തിൻ്റെ അകത്തെ മറുപടി, ആ വിഷയത്തിൻ്റെ അകത്തെ സന്തോഷം നിങ്ങൾ പലരെയും കാണിക്കാൻ പോവുകയാണ്. അതൊരു വലിയ സാക്ഷിയായി മാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, ഏത് വിഷയമാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഏത് കരമാണോ ആണിയടിച്ചപ്പോൾ, ക്രൂശിതനായപ്പോൾ, ക്രൂശിക്കപ്പെട്ടപ്പോൾ ഒത്തിരി പെയിൻഫുൾ ആയത്, ഒരുപാട് വേദന സഹിച്ചത്, ആ കരം ശിഷ്യന്മാർക്ക് നേരെ നീട്ടി പറയുകയാണ്, ഞാൻ വേദന സഹിച്ച കരമാണിത്, അസഹനീയമായ വേദന സഹിച്ച കരമാണിത്. ആ കരത്തെ കർത്താവ് ശിഷ്യന്മാരുടെ നേരെ നീട്ടുമ്പോൾ തൻ്റെ കരവും വിലാപ്പുറവും കണ്ട്, യേശു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ അത്യന്തം സന്തോഷിച്ചു. വേദന സഹിച്ച വിഷയത്തിൽ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, സന്തോഷത്തോടെ ആയിരിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ്, നിങ്ങൾ ഒത്തിരി വേദന സഹിച്ച വിഷയത്തിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതം ഉടനെ കാണാം, ഉടനെ പ്രതീക്ഷിക്കാം. ആ വേദന അനുഭവിച്ച അതേ വിഷയത്തിൽ സന്തോഷിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല.